നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2024 ഡിസംബർ 11 ബുധനാഴ്ച. വിദ്വേഷപ്രസംഗത്തിൽ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന് നേരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിഷയത്തിൽ സുപ്രീംകോടതി റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഇതാണ് മാതൃഭൂമിയുടെ പ്രധാന തലക്കെട്ട്. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖഡിനെതിരെ ഇന്ത്യാ സഖ്യം കൊണ്ടുവന്ന അവിശ്വാസവും അവസരം മുതലാക്കി ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന അധിനിവേശവും മാധ്യമം പ്രാധാന്യത്തോടെ നൽകി. മുണ്ടിനീര് രോഗബാധിതരിൽ ഇക്കൊല്ലം 30 മടങ്ങ് വർധനയെന്നതാണ് മലയാള മനോരമയ്ക്ക് ലീഡ് വാർത്ത. കോഴിക്കോട് മത്സരയോട്ടം ചിത്രീകരിക്കുന്നതിനിടെ കാറിടിച്ച് യുവാവ് മരിച്ചത് മിക്ക പത്രങ്ങളുടെയും ഒന്നാം പേജ് വാർത്തയാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ. വിശ്വഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന് നേരെ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ സ്വമേധയാ ഇടപെട്ട സുപ്രീംകോടതി അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടി. ജഡ്ജിക്കെതിരെ നടപടിയാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാർ രാഷ്ട്രപതിക്ക് കത്തു നൽകി. ജസ്റ്റിസ് യാദവിനെ പുറത്താക്കാൻ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുമെന്ന് ശ്രീനഗറിലെ എംപി റൂഹുള്ള മെഹദിയും അറിയിച്ചു. ജഡ്ജിക്ക് നേരെ അന്വേഷണം വേണം. ജസ്റ്റിസ് യാദവിന് നേരെ ആഭ്യന്തരതല അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് എന്ന സംഘടനയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജനങ്ങളിൽ സംശയമുണ്ടാക്കുന്ന നടപടിയാണ് ജസ്റ്റിസ് യാദവിൽ നിന്നുണ്ടായത്. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ആവശ്യമാണെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് തുടരുന്നത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്കും നിഷ്പക്ഷതയ്ക്കും ദോഷകരമാണെന്നും റൂഹുള്ള മെഹ്ദി എംപി പറഞ്ഞു. രാജ്യത്തിന്റെ ഭരണഘടന നിർദ്ദേശിക്കുന്ന നയങ്ങൾക്ക് വിരുദ്ധമായാണ് ജഡ്ജിയുടെ പരാമർശമെന്നും അദ്ദേഹം സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും രാഷ്ട്രപതിക്ക് നൽകിയ കത്തിൽ മുസ്ലിം ലീഗ് എംപിമാർ ചൂണ്ടിക്കാട്ടി. 2021 ഒക്ടോബറിൽ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും രാമായണത്തെയും മഹാഭാരതത്തെയും ഭഗവത്ഗീതയെയും മറ്റും ആദരിക്കുന്നതിനായി ഒരു നിയമം കൊണ്ടുവരാൻ യാദവ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. പശുവിനെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് 2021 സെപ്റ്റംബറിൽ ജഡ്ജി ആവശ്യപ്പെട്ടിരുന്നെന്നും കത്തിൽ പറഞ്ഞു. യാദവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും കത്തെഴുതി. വിദ്വേഷ പ്രസംഗം ഏക സിവിൽ കോഡിനെ പിന്തുണച്ച് എന്ന് ബോക്സ് വാർത്ത. ഏക സിവിൽ കോഡിനെ പിന്തുണച്ച് ഞായറാഴ്ച നടത്തിയ പ്രസംഗത്തിലാണ് ജസ്റ്റിസ് യാദവിന്റെ വിവാദ പരാമർശമുണ്ടായത്. ഇത് ഹിന്ദുസ്ഥാനാണെന്നും ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഇന്ത്യ പ്രവർത്തിക്കുകയെന്നുമാണ് ജസ്റ്റിസ് യാദവ് പറഞ്ഞത്. കുടുംബമായാലും സമൂഹമായാലും ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമാണ് പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞ ജസ്റ്റിസ് യാദവ് മുസ്ലിങ്ങൾക്കെതിരെ ചിലർ വളരെ മോശമായി ഉപയോഗിക്കാറുള്ള പദപ്രയോഗവും നടത്തി. മുസ്ലിങ്ങൾ രാജ്യത്തിന് അപകടകരമാണ്, അവർ രാജ്യത്തിന് എതിരാണ്, രാജ്യപുരോഗതി ആഗ്രഹിക്കാത്തവരാണ്, അവരെ കരുതിയിരിക്കണം തുടങ്ങിയ പരാമർശങ്ങളും ജസ്റ്റിസ് യാദവിൽ നിന്നുണ്ടായി. ഒരു സമുദായം അവരുടെ കുട്ടികളെ കരുണയുടെയും അഹിംസയുടെയും മൂല്യങ്ങൾ പഠിപ്പിച്ച് അവരെ ക്ഷമാശീലമുള്ളവരാക്കി വളർത്തുന്നു. എന്നാൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് കാണുന്ന മറ്റൊരു സമുദായത്തിലെ കുട്ടികളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അധികം വൈകാതെ രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പാകുമെന്ന പ്രതീക്ഷയും ജസ്റ്റിസ് യാദവ് പ്രകടിപ്പിച്ചു. ഇതാണ് ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ശക്തമാകാനുള്ള കാരണം. ഇനി മാധ്യമത്തിന്റെ ലീഡ് വാർത്തയിലേക്ക്. രാജ്യസഭാ ചെയർമാനിൽ അവിശ്വാസം. ജഗദീപ് ധൻഖറിനെതിരെ ഇന്ത്യാ സഖ്യത്തിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസ്. ന്യൂഡൽഹി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകി.
പ്രതിപക്ഷത്തെ നിശബ്ദരാക്കുകയും സഭയിൽ പക്ഷപാതപരമായി പെരുമാറുകയും സർക്കാരിനു വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന ഗുരുതര ആരോപണങ്ങളുന്നയിച്ചാണ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖഡിനെതിരെ ഇന്ത്യ സഖ്യം നോട്ടീസ് നൽകിയത്. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, DMK, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, ഇടതുപാർട്ടികൾ, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളിലെ 59 MPമാർ പ്രമേയത്തിൽ ഒപ്പുവെച്ചു. ഡിസംബർ 9 രാജ്യസഭയിലുണ്ടായ സംഭവങ്ങൾ നോട്ടീസിൽ എടുത്തുപറഞ്ഞു. ചട്ടം 267 പ്രകാരം ചർച്ച അനുവദിക്കില്ലെന്ന് റൂളിംഗ് നൽകിയ ശേഷം അതേ വിഷയം സംസാരിക്കാൻ ഭരണകക്ഷി അംഗങ്ങളെ പ്രത്യേകം പേരെടുത്തു വിളിച്ചു. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ചില സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം ഉയർത്തുന്ന ഭീഷണി ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞ BJP MPമാരെ ധൻഖർ അന്ന് വിളിച്ചത്. പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം അവർക്കെതിരെ മോശമായി പ്രതികരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ പതിവാണ്. ധൻഖറിനെതിരെ കുറ്റാരോപണത്തിന് ഉപോത്ഫലകമായ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും അവിശ്വാസ പ്രമേയ നോട്ടീസിലുണ്ട്. RSSനെ സഭയിൽ പുകഴ്ത്തിയ ധൻഖർ പൊതുവേദികളിൽ സർക്കാർ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നത്. ഇത്തരം നടപടികളിലൂടെ രാജ്യസഭാ ചെയർമാന്റെ മഹനീയമായ പദവിയെ കേവലമൊരു സർക്കാർ വക്താവിന്റെ തലത്തിലേക്ക് എത്തിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന പ്രമേയം കൊണ്ടുവരുന്നതെന്ന് നോട്ടീസിൽ പ്രതിപക്ഷം വ്യക്തമാക്കി. റോഡിൽ റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവിന് ദാരുണാന്ത്യം. കോഴിക്കോട് റോഡിൽ കാർ റേസിംഗ് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ സ്വന്തം സംഘത്തിലെ കാറിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വടകര കടമേരി RAC ഹൈസ്കൂളിന് സമീപം വേളത്ത് താഴേക്കുനി നെടുഞ്ചാലിൽ സുരേഷിന്റെ ഏക മകൻ ആൽവിനാണ് മരിച്ചത്. 21 വയസ്സാണ്. കോഴിക്കോട് ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപം ചൊവ്വാഴ്ച രാവിലെ 6:30യോടെയാണ് അപകടം. സ്വകാര്യ സ്ഥാപനത്തിന്റെ പ്രമോഷനു വേണ്ടി റോഡിൽ ലാൻഡ് റോവർ ഡിഫൻഡർ, ബെൻസ് G-ക്ലാസ് കാറുകളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ കൂട്ടത്തിലെ ഒരു വാഹനം ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർ ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ മരിച്ചു. സംഭവത്തിൽ കേസെടുത്ത വെള്ളയിൽ പോലീസ് 2 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. റോഡിൽ തിരക്ക് കുറവായിരിക്കുമെന്നതിനാലാണ് ചിത്രീകരണം രാവിലെയാക്കിയതെന്നാണ് വിവരം. അതേസമയം ആരാണ് വാഹനമോടിച്ചതെന്നും റീൽസ് ആർക്കുവേണ്ടിയാണ് ചിത്രീകരിച്ചതെന്നും അന്വേഷിച്ചു വരികയാണെന്ന് വെള്ളയിൽ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധവും വാഹനമോടിച്ചതിന് BNSSലെ 2 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ബിന്ദുവാണ് ആൽവിന്റെ മാതാവ്. ഇനി നേരെ സിറിയയിലേക്ക്. ഡമസ്കസ് പ്രസിഡന്റ് ബഷാറുൽ അസദ് റഷ്യയിൽ അഭയം തേടിയതോടെ അധികാരശൂന്യത വേട്ടയാടുന്ന സിറിയയെ സൈനികമായി ഇല്ലാതാക്കിയും രാജ്യത്ത് വൻതോതിൽ അധിനിവേശം നടത്തിയും ഇസ്രായേൽ. വിമാനത്താവളങ്ങൾ, നാവിക കേന്ദ്രങ്ങൾ എന്നിവ നാമാവശേഷമാക്കിയ കനത്ത വ്യോമാക്രമണത്തിനിടെ ഇസ്രായേൽ കരസേന സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിനരികെ എത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. പ്രതിപക്ഷ സേനയ്ക്ക് അധികാരം കൈമാറാൻ തയ്യാറെന്ന് നിലവിലെ പ്രധാനമന്ത്രി ഗാസി മുഹമ്മദ് ജലാനി പ്രഖ്യാപിച്ചതിനിടെയാണ് സിറിയയിൽ ലോകത്തെ ഞെട്ടിച്ച് ഇസ്രായേൽ അധിനിവേശം. ഡമസ്കസ് വിമാനത്താവളത്തിന് 25 കിലോമീറ്റർ അകലെ ഖതനയിൽ ഇസ്രായേൽ യുദ്ധ ടാങ്കറുകളെത്തി. ഇസ്രായേൽ അധിനിവിഷ്ട ഗോലാൻ കുന്നുകളെ സിറിയൻ അതിർത്തിയുമായി വേർതിരിക്കുന്ന നിരായുധീകരിക്കപ്പെട്ട മേഖലയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ സിറിയൻ പ്രദേശത്താണ് ഖതന. തെക്കൻ സിറിയയിൽ ഖുനൈത്ര ഗവർണറേറ്റും ഇസ്രായേൽ പിടിച്ചിട്ടുണ്ട്. ഗോലാൻ കുന്നുകളോട് ചേർന്ന് ബഫർ സോണിൽ 400 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഹെർമോൺ മലയിലും നിരവധി സമീപ ഗ്രാമങ്ങളിലും കടന്നുകയറിയിട്ടുണ്ട്. ഇവിടെ 18 കിലോമീറ്ററോളം സിറിയൻ പ്രദേശം ഇസ്രായേൽ സേന പിടിച്ചതായാണ് കണക്ക്. ലെബനാൻ അതിർത്തിയോട് ചേർന്ന സിറിയൻ പ്രദേശങ്ങളിലും ഇസ്രായേൽ കടന്നുകയറ്റം നടത്തുന്നതായി ബൈറൂത്ത് ആസ്ഥാനമായ മയാദീൻ TV റിപ്പോർട്ട് ചെയ്തു. 1974 ഉഭയകക്ഷി ധാരണകൾ ലംഘിച്ചാണ് വൻ കടന്നുകയറ്റം.
കടന്നുകയറ്റ വാർത്തകൾ ഇസ്രായേൽ നിഷേധിച്ചു. തുടർച്ചയായ മൂന്നാം ദിനത്തിലെ ആക്രമണങ്ങളിൽ സിറിയൻ സേനയ്ക്ക് കീഴിലുണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, സൈനിക താവളങ്ങൾ, ആയുധനിർമ്മാണ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ പൂർണ്ണമായും തകർക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. തലസ്ഥാന നഗരത്തോട് ചേർന്ന മസ്സ വ്യോമത്താവളം നാമാവശേഷമാക്കപ്പെട്ടവയിൽപ്പെടും. 300-ലേറെ വ്യോമാക്രമണങ്ങളാണ് 2 ദിവസത്തിനിടെ ഇസ്രായേൽ ബോംബറുകൾ സിറിയയിലുടനീളം നടത്തിയത്. പ്രതികരിക്കാനോ സൈനികമായി തിരിച്ചടിക്കാനോ ഭരണകൂടം ഇല്ലെന്നതിനാൽ യഥാർത്ഥ കണക്കുകൾ പുറംലോകമറിയാൻ വൈകും. തീവ്രശക്തികളുടെ കയ്യിൽ എത്താതിരിക്കാനെന്ന പേരിൽ സമീപകാലത്തെ ഏറ്റവും കനത്ത ആക്രമണത്തിൽ ലഡാക്കിയ തുറമുഖത്ത് നങ്കൂരമിട്ട യുദ്ധക്കപ്പലുകൾ തകർത്തു. ഇവയിലുണ്ടായിരുന്ന കപ്പൽവേധ മിസൈലുകളും തകർത്തു. ഇനി KSEBയുടെ ഇന്ധന സർചാർജ് വർധനാ നീക്കത്തിന് തിരിച്ചടിയെന്ന വാർത്തയിലേക്ക്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കൊപ്പം ഇന്ധന സർചാർജിൽ കൂടി വർധന വരുത്താനുള്ള KSEB നീക്കത്തിന് തിരിച്ചടി. നിലവിൽ ഈടാക്കുന്ന ഇന്ധന സർചാർജ് വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള KSEB അപേക്ഷയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച റെഗുലേറ്ററി കമ്മീഷൻ ഉപഭോക്താക്കൾക്ക് മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. ഇന്ധന സർചാർജായി KSEB സ്വന്തം നിലയ്ക്ക് 10 പൈസയും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച തുകയായി 9 പൈസയും പിരിക്കുന്നുണ്ട്. 9 പൈസയ്ക്ക് പകരം 17 പൈസയാക്കണമെന്ന ആവശ്യമാണ് KSEB ഉന്നയിച്ചത്. കഴിഞ്ഞ മാസം സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് ചൊവ്വാഴ്ച നടത്തിയ തെളിവെടുപ്പിലാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച ഉടൻ ഇന്ധന സർചാർജ് വർധനയുടെ കൂടി ഭാരം ജനങ്ങളിൽ ചുമത്തുന്നതിലുള്ള വിയോജിപ്പ് കമ്മീഷൻ അറിയിച്ചത്. ഇന്ധന സർചാർജ് ഇനത്തിൽ പിരിക്കേണ്ട 4 മാസത്തെ തുക ഒരുമിച്ച് കണക്കാക്കി സമർപ്പിച്ചതിൽ തിരുത്തൽ ആവശ്യപ്പെട്ട കമ്മീഷൻ 3 മാസത്തെ കണക്ക് സമർപ്പിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകി. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന്റെ അധിക ഭാരം മനസ്സിലാക്കുന്നുവെങ്കിലും ഉപഭോക്താക്കളുടെ ഭാഗവും കാണാതിരിക്കാനാകില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്ക് അധിക ഭാരം വരുത്താത്ത വിധം കണക്കുകൾ തയ്യാറാക്കി സമർപ്പിക്കാനും KSEBയോട് ആവശ്യപ്പെട്ടു. 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ കാലയളവിൽ യൂണിറ്റിന് 10 പൈസ നിരക്കിൽ ഇന്ധന സർചാർജ് ഈടാക്കിയ ശേഷമുള്ള അധിക ബാധ്യതയായ 37.70 കോടി രൂപ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ അനുവദിക്കണമെന്നായിരുന്നു KSEB ആവശ്യം. അതേസമയം ഇന്ധന സർചാർജ് സംബന്ധിച്ച തെളിവെടുപ്പിൽ ഉപഭോക്താക്കളുടെ നാമമാത്ര പങ്കാളിത്തമാണ് ഉണ്ടായത്. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടാണ് പുതിയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. ആ വാർത്തയിലേക്ക്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിനെ തിരഞ്ഞെടുത്തു. പുനഃസംഘടിപ്പിച്ച ഹജ്ജ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നാണ് പുതിയ ചെയർമാനെ ഐകകണ്ഠ്യേന തിരഞ്ഞെടുത്തത്. ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കമ്മിറ്റി അംഗം ഉമർ ഫൈസി മുക്കമാണ് ഹുസൈൻ സഖാഫിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി പിന്താങ്ങി. തുടർന്ന് ഹജ്ജ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ പുതിയ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രഥമ യോഗം ചേരുകയും 2025 വർഷത്തെ ഹജ്ജ് ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇനി മലയാള മനോരമയുടെ ലീഡ് വാർത്തയിലേക്ക്. മുണ്ടിനീര് ഇക്കൊല്ലം 30 മടങ്ങ് വർധനയെന്ന് ആരോഗ്യവകുപ്പ്. രോഗബാധിതർ 69,000. സംസ്ഥാനത്തെ കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ വർഷം 2324 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇക്കൊല്ലം ഇതുവരെ മാത്രം 69,113 കേസുകളായെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഒരു വർഷത്തിനിടെ 30 മടങ്ങ് വർധന. അലോപ്പതിക്കു പകരം മറ്റു ചികിത്സാശാഖകളെ ആശ്രയിക്കുന്നവർ ഏറെയുണ്ടാകുമെന്നതിനാൽ രോഗബാധിതർ ഇതിലുമേറെയായിരിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. 2016 വാക്സിൻ നിർത്തലാക്കിയതാണ് ഇത്ര വലിയ വർധനയ്ക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതുവരെ കുട്ടികൾക്ക് 1.5 വയസ്സിനകം ഈ വാക്സിൻ നൽകിയിരുന്നു. 2016 ഇത് മീസിൽസ് റുബെല്ല വാക്സിൻ മാത്രമാക്കി. അതിനുശേഷം ജനിച്ച കുട്ടികളാണ് ഇപ്പോൾ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്നത്. മുണ്ടിനീര് ഗുരുതരമാകുന്നില്ലെന്നും വാക്സിന് പ്രതിരോധശേഷി കുറവാണെന്നും പറഞ്ഞായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഈ നടപടി.
മറ്റൊരു വാർത്തയിലേക്ക്. എം കൃഷ്ണയ്ക്ക് ഇന്ന് യാത്രാമൊഴി. ബംഗളൂരു. രാജ്യത്തിന്റെ IT തലസ്ഥാനമായി ബംഗളൂരുവിനെ മാറ്റുന്നതിന് നേതൃത്വം നൽകിയ കർണാടക മുൻ മുഖ്യമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിരുന്ന എം കൃഷ്ണ അന്തരിച്ചു. പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് ജന്മദേശമായ മാണ്ഡ്യയിലെ സോമനഹള്ളിയിൽ നടക്കും. 2004-ൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് തുടർഭരണം നഷ്ടമായതോടെ മഹാരാഷ്ട്ര ഗവർണറായി. കർണാടക രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഗവർണർ പദവി ഉപേക്ഷിച്ചെങ്കിലും തുടർന്നുവന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഭരണം ലഭിച്ചില്ല. പിന്നീട് 2009-ൽ മൻമോഹൻ സിംഗ് സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായി. 2012-ൽ ആരോഗ്യകാരണങ്ങളാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതോടെ കോൺഗ്രസുമായി ഇടഞ്ഞ് 2017-ൽ BJPയിൽ ചേർന്നെങ്കിലും പദവികളൊന്നും ലഭിച്ചില്ല. US-ലെ ഡാലസ് സദേൺ സർവകലാശാല, ജോർജ് വാഷിംഗ്ടൺ സർവകലാശാല എന്നിവിടങ്ങളിൽ ഉപരിപഠനം നടത്തിയ അദ്ദേഹം നിയമ അധ്യാപകനായിരുന്നു. 62-ൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് ആദ്യമായി MLAയും പിന്നീട് MP യുമാകുന്നത്. അതിനുശേഷം കോൺഗ്രസിൽ ചേർന്നു. മണ്ഡ്യയിൽ നിന്ന് 3 തവണ MP-യായി. 1972-ൽ ലോക്സഭാംഗത്വം രാജിവെച്ച് കർണാടക വ്യവസായ മന്ത്രിയായി. ഉപമുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, കർണാടക കോൺഗ്രസ് പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചു. ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി ഡൽഹിയിലെത്തിയ അദ്ദേഹം രാജീവ് ഗാന്ധി സർക്കാരിലും തുടർന്നു. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ വെളിപ്പെടുത്തലാണ് മലയാള മനോരമയിലെ മറ്റൊരു പ്രധാന വാർത്ത. വാഹനാപകടം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ലെന്നും കാർ ആരും ആക്രമിച്ചിട്ടില്ലെന്നും ഭാര്യ ലക്ഷ്മി പറഞ്ഞു. കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയാണെന്നും ബാലഭാസ്കറാണ് വാഹനമോടിച്ചതെന്ന് അർജുൻ പിന്നീട് മാറ്റിപ്പറഞ്ഞത് ഞെട്ടിച്ചെന്നും ചാനൽ അഭിമുഖത്തിൽ ലക്ഷ്മി പറഞ്ഞു. 2018-ലെ അപകടത്തിൽ ഗുരുതര പരിക്കിനെ അതിജീവിച്ച ലക്ഷ്മിയുടെ ആദ്യ പരസ്യ പ്രതികരണമാണിത്. ബാലുവിന് അടുത്ത ദിവസം റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അതിനാലാണ് രാത്രിയാത്ര വേണ്ടിവന്നത്. മുൻസീറ്റിൽ ഞാനും മടിയിൽ മോളുമുണ്ടായിരുന്നു. ബാലു പിൻസീറ്റിലായിരുന്നു. വാഹനം അസാധാരണമായി നീങ്ങുന്നതറിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ പകച്ചിരിക്കുന്ന അർജുനെയാണ് കണ്ടത്. ഉറങ്ങിപ്പോയെന്ന് അർജുൻ സമ്മതിച്ചെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഞാനും രക്ഷപ്പെടില്ലെന്ന് കരുതിയാവും അർജുൻ പിന്നീട് മാറ്റിപ്പറഞ്ഞതെന്നും ലക്ഷ്മി പറഞ്ഞു. ഇനി കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളുടെ ചില വാർത്തകളിലേക്ക്. പാലക്കാട് അടുപ്പിച്ചില്ല, പരാതി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ. തിരുവനന്തപുരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്ന പരാതിയുമായി ചാണ്ടി ഉമ്മൻ MLA. മറ്റുള്ള MLAമാർക്കെല്ലാം കോൺഗ്രസ് നേതൃത്വം ചുമതല നൽകിയപ്പോൾ പാലക്കാട് തന്നെ വിളിച്ചില്ലെന്നും മാറ്റി നിർത്തിയത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും വോട്ടെണ്ണിയ ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ കൂടെ ഉണ്ടായിരുന്നില്ല. ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ചാണ്ടി ഉമ്മൻ അതൃപ്തി പരസ്യമാക്കിയത്. ചാണ്ടി ഉമ്മനുമായി ഭിന്നതയില്ലെന്നും ജ്യേഷ്ഠ സഹോദരനായി കാണുന്ന ചാണ്ടി ഉമ്മൻ പാലക്കാട് പ്രചരണത്തിൽ സജീവമായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ചാണ്ടി ഉമ്മന്റെ പരാതി ചർച്ച ചെയ്തു പരിഹരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. പാലക്കാട് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിച്ചത് VD സതീശനായിരുന്നുവെന്നതിനാൽ ചാണ്ടി ഉമ്മന്റെ പരാതി പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. പരാതി പരസ്യമാക്കിയ ചാണ്ടി ഉമ്മന്റെ നടപടി അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ജയിച്ചു കിട്ടിയാൽ തല്ല് തുടങ്ങേണ്ടേ എന്ന തലക്കെട്ടിൽ വാർത്ത മലയാള മനോരമയിൽ. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വിജയമുണ്ടാക്കിയ ആവേശം മടങ്ങും മുൻപ് നേതൃമാറ്റം സംബന്ധിച്ച് വാർത്തയും പ്രതികരണങ്ങളുമുണ്ടായതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി. KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിനുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കി. സ്ഥാനമൊഴിയാൻ സുധാകരനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത
കേരളത്തിന് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിഷേധിച്ചു. ജയിച്ചു കിട്ടിയാലുടൻ തല്ലു തുടങ്ങുന്ന ശീലം വേണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് വാദിക്കുന്നവർ പരസ്യമായി അത് വ്യക്തമാക്കുന്നു. മാറ്റണമെന്നുള്ളവർ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പുതിയ ടീം KPCCയിൽ വേണമെന്നാണ് ചിലരുടെ വാദം. ഇക്കാര്യം പക്ഷേ പാർട്ടിക്കുള്ളിൽ തുറന്നു ചർച്ച ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല. ദേശീയ നേതൃത്വത്തിന്റെ ഏത് ഇടപെടലും തന്റെ നിർദ്ദേശപ്രകാരമെന്ന വ്യാഖ്യാനം വരുന്നതിനാൽ ആരെയും ചൊടിപ്പിക്കാതിരിക്കാനുള്ള കരുതലിലാണ് KC വേണുഗോപാൽ. സുധാകരനെ മാറ്റാൻ തീരുമാനമോ ചർച്ചയോ നേതൃതലത്തിൽ ഇല്ലെങ്കിലും പകരക്കാരെന്ന മട്ടിൽ പല പേരുകളും വാർത്തകളിൽ വന്നു. പാർട്ടിക്ക് ഊർജം പകരുന്ന ഗ്രൂപ്പില്ലാത്ത യുവതലമുറയെ KPCCയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന ആലോചനയുമുണ്ട്. യുവാക്കൾക്ക് ആവേശം പകരാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെപ്പോലെ കഴിയുന്നയാളാണ് K സുധാകരനെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു. സിൽവർ ലൈൻ വന്നാൽ സ്മാർട്ട് സിറ്റിക്ക് പണിയാകുമോ? വാർത്തയിലേക്ക്. സിൽവർ ലൈൻ വരുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം നടപ്പായാൽ ടീകോമിൽ നിന്ന് ഏറ്റെടുക്കുന്ന സ്മാർട്ട് സിറ്റിയിലൂടെ സർക്കാർ പ്രഖ്യാപിച്ച IT വികസനം പൂർണ്ണതോതിൽ നടപ്പാകില്ല. സിൽവർ ലൈനിന്റെ അലൈൻമെന്റ് പ്രകാരം സ്മാർട്ട് സിറ്റിയിലെ 25 ഏക്കറോളം സ്ഥലത്ത് നിർമ്മാണം സാധ്യമല്ല. അലൈൻമെന്റിൽപ്പെട്ട ഇൻഫോ പാർക്ക് ഫേസ് 2-ൽ 5 വർഷം മുൻപ് IT കെട്ടിടം നിർമ്മിക്കാൻ അനുമതി ലഭിച്ച 2 കമ്പനികൾക്ക് നിർമ്മാണം തുടങ്ങാൻ ആയിട്ടില്ല. സെസ്സിൽ അനുമതി ലഭിച്ചാൽ 3 വർഷത്തിനകം കെട്ടിടം നിർമ്മിക്കണമെന്ന് നിയമമുള്ളപ്പോഴാണ് 15 ഏക്കറിൽ നിർമ്മാണം മുടങ്ങിയത്. ഇതേ സ്ഥിതി സ്മാർട്ട് സിറ്റിയിലുണ്ടാകും. സിൽവർ ലൈനിന് 10 മീറ്റർ ബഫർ സോണുണ്ട്. സിൽവർ ലൈനിന്റെ ഭാവി തീരുമാനിക്കപ്പെടാത്തിടത്തോളം ഇവിടെ IT വികസനവും തടസ്സപ്പെടും. സ്മാർട്ട് സിറ്റിക്കായി പാട്ടത്തിന് നൽകിയ 246 ഏക്കറിൽ 235 ഏക്കറിനു മാത്രമേ പ്രത്യേക സാമ്പത്തിക മേഖല പദവിയുള്ളൂ. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത 132 ഏക്കറിനാണ് ആദ്യം സെസ് പദവി ലഭിച്ചത്. സ്മാർട്ട് സിറ്റി കമ്പനി 88 ലക്ഷം ചതുരശ്രയടി കെട്ടിടം നിർമ്മിക്കണമെന്നും അതിൽ 62 ലക്ഷം ചതുരശ്രയടി ITക്കായിരിക്കണമെന്നും നിബന്ധനയുള്ളത് കാറ്റഗറി A ആയി തിരിച്ച ഇവിടെയാണ്. ടീകോം കമ്പനി നിർമ്മിച്ച 6.5 ലക്ഷം ചതുരശ്രയടിക്ക് പുറമെ 44 ലക്ഷം ചതുരശ്രയടി കെട്ടിടം ലുലു ഉൾപ്പെടെയുള്ള 4 ഡെവലപ്പർമാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 10% ഭൂമി ഗ്രീൻ സോണായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സിൽവർ ലൈൻ മൂലമുള്ള നിയന്ത്രണം കൂടി വരുന്നതോടെ കാറ്റഗറി Aയിൽ ഭാവിയിലെ നിർമ്മാണത്തിന് സ്ഥലമുണ്ടാകില്ല. പിന്നെ ശേഷിക്കുന്നത് B കാറ്റഗറിയിലുള്ളതും KSCBയിൽ നിന്ന് ഏറ്റെടുത്ത് പാട്ടത്തിന് നൽകിയതുമായ 100 ഏക്കറാണ്. ഇവിടെ IT വ്യവസായത്തിന് അനുബന്ധമായ ടൗൺഷിപ്പ് എന്ന നിലയ്ക്കാണ് സെസ് അനുവദിച്ചത്. നിർമ്മാണത്തിന് കാറ്റഗറി Aയിലേതുപോലെ നികുതി ഇളവില്ല. സെസ് നിബന്ധന പ്രകാരം ഇവിടെ 40% സ്ഥലം ഓപ്പൺ ഏരിയ ആയി നീക്കിവെക്കണം. 20% ഗാർഹിക ആവശ്യത്തിനും 10% വാണിജ്യ ആവശ്യത്തിനും ഉപയോഗിക്കാം. സ്കൂൾ, ആശുപത്രി എന്നിവയും വേണം. ഇവിടെ IT വ്യവസായം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചാലും പരമാവധി 30 ഏക്കർ മാത്രമേ ഉപയോഗിക്കാനാകൂ. അല്ലെങ്കിൽ വാണിജ്യ, ഗാർഹിക ഉപയോഗത്തിലുള്ള സ്ഥലത്തിന്റെ അളവ് കുറയ്ക്കണം. കാറ്റഗറി Aയിൽ IT കമ്പനികൾക്കു മാത്രമേ വരാൻ കഴിയൂവെങ്കിൽ വാണിജ്യ, ഗാർഹിക വികസനത്തിന് സാധ്യതയുള്ള കാറ്റഗറി Bയിൽ ഏതുതരം കമ്പനിക്കും നിക്ഷേപമിറക്കാം. 12% ഫ്രീ ഹോൾഡിംഗ് അഥവാ സ്വതന്ത്ര വിനിമയാധികാരം ത്തിനായി ഭൂമി നീക്കിവച്ചിരിക്കുന്നതും ഇവിടെയാണ്. അതുകൊണ്ടെല്ലാം തന്നെ സർക്കാരിന്റെ ഉദ്ദേശ്യമെന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നും വാർത്തയിൽ പറയുന്നു. മാധവ് ഗാഡ്ഗിലിന് UN പരമോന്നത പരിസ്ഥിതി പുരസ്കാരം. ന്യൂഡൽഹി. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി 2011 സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ രാജ്യത്ത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. നാശഭീഷണി നേരിടുന്ന പശ്ചിമഘട്ടത്തെ 3 മേഖലകളായി തിരിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച റിപ്പോർട്ട് ചില മേഖലകളിൽ ഖനനവും നിർമ്മാണവും പാറപൊട്ടിക്കലും മണ്ണെടുക്കലും ഉൾപ്പെടെ നിരോധിക്കാൻ നിർദ്ദേശിച്ചിരുന്നു.
ഉരുൾപൊട്ടലിലെ മരണം 4 പേരെ കൂടി തിരിച്ചറിഞ്ഞു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച 4 പേരെ കൂടി തിരിച്ചറിഞ്ഞു. 3 മൃതശരീരങ്ങളുടെയും ഒരു ശരീരഭാഗത്തിന്റെയും DNA പരിശോധനാ ഫലമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. പുഞ്ചിരിമട്ടം സ്വദേശികളായ ആൻഡ്രിയ, രംഗസ്വാമി, ചൂരൽമല ഹൈസ്കൂൾ റോഡ് വലിയ പീടിയേക്കൽ വീട്ടിൽ നജ ഫാത്തിമ എന്നിവരുടേതാണ് മൃതദേഹങ്ങൾ. മുണ്ടക്കൈ മുണ്ടശ്ശേരി സുബൈറിന്റേതാണ് മൃതദേഹഭാഗം എന്നും തിരിച്ചറിഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കണക്ക് 298 കഴിഞ്ഞ ദിവസം സർക്കാർ പുതുക്കിയിരുന്നു. 44 പേരെ കാണാതായി. 170 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. 128 പേരെ കാണാതായതിൽ 84 പേരെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത് എന്നും വാർത്തയിൽ വിശദീകരിക്കുന്നു. ഇനി മറ്റു ചില ദേശീയ വാർത്തകളിലേക്ക്. സോറോസ് അദാനി സ്തംഭനം തുടർന്ന് പാർലമെന്റ്. ജോർജ് സോറോസ് അദാനി വിഷയങ്ങൾ ഉന്നയിച്ച് BJP കോൺഗ്രസ് അംഗങ്ങൾ പരസ്പരമുയർത്തിയ പോർവിളിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ചൊവ്വാഴ്ചയും സ്തംഭിച്ചു. രാവിലെ 11 മണിക്ക് ചേർന്നയുടൻ നിർത്തിവെച്ച ഇരുസഭകളും 12 മണിക്ക് വീണ്ടും ഇരുന്നെങ്കിലും ബഹളം മൂലം തുടരാനാകാതെ നിർത്തിവെച്ചു. ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ സഖ്യത്തിൽ നേതൃമാറ്റ ചർച്ചകൾ, മമതയ്ക്കായി കൂടുതൽ കക്ഷികൾ. ഇന്ത്യ സഖ്യത്തിലുണ്ടായ ഭിന്നത രൂക്ഷമാക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പകരം മമതാ ബാനർജിയെ കൊണ്ടുവരണമെന്ന ആവശ്യത്തിന് ശക്തിയേറി. NCP നേതാവ് ശരത് പവാർ തുടക്കമിട്ട ചർച്ച ഏറ്റുപിടിച്ച് ഏറ്റവുമൊടുവിൽ ലാലു പ്രസാദ് യാദവ് കൂടി രംഗത്തെത്തി. ഇന്ത്യ സഖ്യത്തിന്റെ അദാനി വിരുദ്ധ പ്രതിഷേധത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും വിട്ടുനിൽക്കുമ്പോഴാണ് മമതാ ബാനർജിയെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏൽപ്പിക്കണം എന്ന ആവശ്യമുയരുന്നതെന്നതും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതൃസ്ഥാനം മമതയ്ക്ക് നൽകണമെന്ന് RJD നേതാവ് ലാലു പ്രസാദ് യാദവ് ചൊവ്വാഴ്ച ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്തു പറയുന്നെന്ന് വിഷയമല്ലെന്നും ലാലു തുടർന്നു. ഇന്ത്യ സഖ്യത്തിൽ നേതൃമാറ്റ ചർച്ചയുണ്ടെന്നും അതിന് ചില കാരണങ്ങളുണ്ടെന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തെ നയിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നിരന്തരം ആവശ്യപ്പെടുന്നതിനിടയിലാണ് സഖ്യത്തിലെ മറ്റു പാർട്ടി നേതാക്കൾ അവർക്ക് പിന്തുണയുമായി എത്തിയത്. എന്നാൽ തൃണമൂലിനെ അസം, ത്രിപുര, ഗോവ, മേഘാലയ എന്നിവിടങ്ങളിലൊന്നും വിജയിപ്പിക്കാൻ കഴിയാത്ത മമതയ്ക്ക് ഇന്ത്യയെ നയിക്കാനാകില്ല എന്നാണ് കോൺഗ്രസ് വാദം. ലോക്സഭയിലെ ഇരിപ്പിടം നേതാക്കളെ രാഹുലിനെതിരാക്കി. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് അനുവദിച്ച ഇരിപ്പിടങ്ങളിൽ ഭൂരിഭാഗവും കോൺഗ്രസ് കൈയടക്കിയതിനെതിരായ അമർഷത്തിനിടയിലാണ് കോൺഗ്രസിന്റെ അപ്രമാദിത്വം ഒഴിവാക്കാൻ മമതാ ബാനർജിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ചർച്ചയ്ക്ക് ഇന്ത്യ സഖ്യത്തിൽ തുടക്കമായത്. പ്രതിപക്ഷ ബെഞ്ചിന്റെ മുൻനിരയിൽ 4 സീറ്റും കോൺഗ്രസിന് നൽകുകയും സമാജ്വാദി പാർട്ടി, DMK, തൃണമൂൽ കോൺഗ്രസ് എന്നീ കക്ഷികൾക്ക് അർഹിക്കുന്ന ഇരിപ്പിടം നൽകാതിരിക്കുകയും ചെയ്തത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ സമ്മതത്തോടെയാണെന്ന് അറിഞ്ഞതു തൊട്ടാണ് അദ്ദേഹത്തിനെതിരായ പടയൊരുക്കം നടന്നത്. മറ്റ് ഘടകകക്ഷി നേതാക്കളുടെ അഭിമാനം വകവെച്ചുകൊടുക്കാത്ത തീരുമാനത്തിനു പിന്നിൽ KC വേണുഗോപാൽ ആണെന്ന വിമർശനമാണ് ഇന്ത്യ സഖ്യകക്ഷി നേതാക്കൾ ഉയർത്തുന്നത്. ആരാധനാലയ നിയമക്കേസിൽ കക്ഷി ചേർന്ന് സമസ്ത. ന്യൂഡൽഹി. സുപ്രീംകോടതി വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കുന്ന ആരാധനാലയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത കേസിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കക്ഷി ചേർന്നു. ആരാധനാലയങ്ങളുടെ പേരിൽ തർക്കവും വർഗീയതയും ഉണ്ടാകുന്നത് തടയുകയും മതസൗഹാർദ്ദം നിലനിർത്തുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിയമം കൊണ്ടുവരുന്നതെന്ന് അഡ്വക്കേറ്റ് സുൽഫിക്കർ മുഖേന നൽകിയ അപേക്ഷയിൽ സമസ്ത വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭൂതകാലം ഭാവി തലമുറയെ വേട്ടയാടരുത്. ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി നിലനിർത്താൻ 1947 ഓഗസ്റ്റ് 15 നിശ്ചയിച്ചത് ഏകപക്ഷീയമാണെന്ന ഹർജിക്കാരുടെ വാദം തെറ്റാണെന്നും ഹർജിയിൽ പറയുന്നു. ഗ്യാൻവാപ്പി മസ്ജിദ് പരിപാലിക്കുന്ന അഞ്ജുമൻ ഇൻതിസാമിയ മസ്ജിദ് കമ്മിറ്റി, CPM നേതാവ് പ്രകാശ് കാരാട്ട് എന്നിവരും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇനി ചില അന്താരാഷ്ട്ര വാർത്തകളിലേക്ക്. അഴിമതി കേസിൽ
നെതന്യാഹുവിന്റെ വിചാരണ തുടങ്ങി. തെല്ലവീവ്. യുദ്ധം പറഞ്ഞ് പലവട്ടം മാറ്റിവെച്ചതിനൊടുവിൽ അഴിമതിക്കേസിൽ കോടതിയിലെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹു. വർഷങ്ങളായി തുടരുന്ന കേസിൽ ആദ്യമായാണ് 75-കാരനായ നെതന്യാഹു കോടതിയിൽ നേരിട്ട് മൊഴി നൽകുന്നത്. തനിക്കെതിരായ ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്നും കടുത്ത അനീതിയാണെന്നും നെതന്യാഹു പറഞ്ഞു. തലസ്ഥാന നഗരമായ തെൽ അവീവിൽ പ്രതിരോധ വിഭാഗം ആസ്ഥാനത്തിനരികെ ഭൂഗർഭ മുറിയിലാണ് വിചാരണ പുരോഗമിക്കുന്നത്. കുറ്റം ചുമത്തപ്പെട്ടാലും തെളിയിക്കപ്പെടും വരെ ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന നിയമം അവസരമാക്കിയാണ് നെതന്യാഹു പദവിയിൽ തുടരുന്നത്. യുദ്ധം കാരണം പലവട്ടം നീട്ടിയതിനൊടുവിൽ വിചാരണ ആരംഭിക്കാൻ കോടതി കഴിഞ്ഞ ആഴ്ച തീരുമാനിക്കുകയായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം കോടതിയിൽ മൊഴി നൽകാനെത്തണം. പരസ്പരബന്ധിതമായ 3 കേസുകളിൽ കൈക്കൂലി, വഞ്ചന, വിശ്വാസലംഘന കുറ്റങ്ങളാണ് പ്രധാനമന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളിൽ അനുകൂലമായ വാർത്തകൾ നൽകുന്നതിനു പകരം നിയമനിർമ്മാണങ്ങളിൽ അവരെ സഹായിക്കുകയും സമ്പന്നരായ സുഹൃത്തുക്കളിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുവെന്നതാണ് നെതന്യാഹുവിനെതിരായ പ്രധാന കുറ്റം. ഹോളിവുഡ് നിർമ്മാതാവ് ആർണോൺ മിൽക്കൻ, ഓസ്ട്രേലിയൻ ശതകോടീശ്വരൻ ജെയിംസ് പാർക്കർ തുടങ്ങിയവരിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിച്ചുവെന്നാണ് ഒരു കേസ്. തന്നെ വിചാരണ ചെയ്യാനുള്ള കോടതി തീരുമാനത്തിനെതിരെ നെതന്യാഹു കടുത്ത ഭാഷയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റും നെതന്യാഹുവിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഗസയിൽ അഭയാർത്ഥി ക്യാമ്പിൽ വീണ്ടും കുരുതി. അയൽരാജ്യമായ സിറിയയിൽ കൂട്ട ആക്രമണങ്ങൾക്കിടെ ഗസയിൽ കുരുതി തുടർന്ന് ഇസ്രായേൽ. വടക്കൻ ഗസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വീടിനുമേൽ ബോംബിട്ട് ഒരു സ്ത്രീയും 3 കുട്ടികളുമടക്കം 7 പേരെ കൊലപ്പെടുത്തി. ഫലസ്തീനി ഫുട്ബോളർ മുഹമ്മദ് ഖലീഫയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു ആക്രമണം. ഒരാൾക്ക് പരിക്കുണ്ട്. പരിസരത്തെ കെട്ടിടങ്ങൾക്ക് കാര്യമായ കേടുപാടുകളുണ്ട്. മറ്റിടങ്ങളിലും ഇസ്രായേൽ ബോംബിംഗ് തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 13 പേരുടെ മരണം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് വടക്കൻ ഗസയിൽ അഭയാർത്ഥികൾ കഴിഞ്ഞ കെട്ടിടത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടിരുന്നു. ബെത്ലാഹിയയിൽ കുടുംബം താമസിച്ച കെട്ടിടമാണ് തകർക്കപ്പെട്ടത്. ഇവരിൽ കുട്ടികളും സ്ത്രീകളുമുണ്ട്. ഗസയിൽ 44,758 മരണം സ്ഥിരീകരിച്ചു എന്നും വാർത്തയിൽ. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.